ചെറിയൊരു പ്രശ്നം അത് ഇന്ന് സോൾവ് ചെയ്യാന്ന് വിചാരിച്ച് അത് കാര്യം അങ്ങോട്ട് പറഞ്ഞു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. ഏതായാലും നമ്മൾ അൻവി പറഞ്ഞു കഴിഞ്ഞു. സ്വാഗതം പറയാൻ അൻവി ഇത്ര തിരക്കിട്ടതിൻ്റെ കാരണമൊന്നുമല്ല, അൻവിക്ക് അങ്കൻവാടി പോകണം അല്ലേ? പോണോ? നമ്മൾ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് വന്നത്. കുറേ നാളായിട്ട് നമ്മൾ വ്ളോഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അൻവിക്ക് അങ്കൻവാടി പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ അവൻ്റെ സ്വാഗതമില്ലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നില്ല അല്ലേ? അങ്ങനെ തുടങ്ങുന്നത് ശരിയില്ലല്ലോ അല്ലേ അമ്മി? സ്വാഗതം പറഞ്ഞവിടെ അൻവി പഠിക്കാൻ വേണ്ടിയിട്ട് പോകും, പഠിച്ച് വലിയ ആളാകാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അൻവി ഒരു ടാറ്റ പറഞ്ഞോ, അങ്കൻവാടി പോയിട്ട് വരാമെന്ന് പറ. അപ്പം നമ്മൾ ബാക്കി വീഡിയോ എടുക്കാം. അല്ലാതെ അമ്മീനെ അങ്കൻവാടി കൊണ്ടാക്കിയിട്ട് സൗണ്ട് ചിലപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ജലദോഷം പിടിച്ച ഒരു സൗണ്ട് ഉണ്ടാവും. ഹോസ്പിറ്റൽ വീട് അങ്ങനെ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ വന്ന് മൊത്തം റെഡിയായി. ഇന്ന് 2 രേഷ്മമാർ അമ്മയും എല്ലാവരും റെഡിയാകുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കില്ല. ഏടിയാ പോകുന്നത് എന്നാ സംഭവം എന്നല്ല അവരെല്ലാവരും വന്നിട്ടാവും പറയാം. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. അമ്മ കണ്ട നല്ല തിളങ്ങുന്ന ഡ്രസ്സിനൊരു അമ്മ നല്ല സാരിയിലൊരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി പറയാം നമ്മൾ എവിടെയാണ് പോകുന്നത്. നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടാ. ഇത് മറ്റേ സിനിമ പിഷാരടി മറ്റേ ഫുള്ള് മറ്റേ ജുബ്ബയെല്ലാം ഇട്ടിട്ട് മറ്റേ ആശുപത്രിയിലേക്ക് അച്ഛന് സുഖമില്ല ഐസിയിലാന്ന് പറഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തിലേ അമ്മ പോക്കുള്ളൂ അല്ലേ? പണ്ടെങ്കിൽ ശീലിച്ചു അല്ലേ? അപ്പോൾ നമ്മളിനി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ള ആൾ നമ്മൾ ആരുമല്ല. പറയാനുള്ള ആൾ ദോ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാര്യം അങ്ങോട്ട് പറഞ്ഞു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ പ്രഗ്നന്റ് ആണ്. ഇത് ശരിക്കും നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടെ പറഞ്ഞ് അറിയിക്കേണ്ട ആളിപ്പോൾ ഇവിടെ നാട്ടിലില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് പറയാമെന്ന് വെച്ച്. പക്ഷേ ഓന് വീഡിയോ കോൾ ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചാലോ ഓന് ഈ ഒരു നാണം. അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു, വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കമൻസ് തേച്ചും ഉള്ളത് രേഷു ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഇഷ്ടംപോലെ കമൻറ്റ്. ഇപ്പോൾ ആ വീഡിയോ നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാനാകുന്നില്ല. അതാണ് മെയിൻ വിഷയം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോയിലും അതേ കമൻറ്റ് വരുന്നുണ്ട്. രേഷു ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുകയാണ്, രേഷു ചേച്ചി പ്രഗ്നന്റ് ആണ്. അത് നിങ്ങളെ ഒന്ന് സന്തോഷപൂർവ്വം അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും അറിയിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് ലേറ്റായി പോയി അറിയിക്കുന്നത്. അതിൽ ചെറിയൊരു ക്ഷമ ചോദിക്കുന്നു. കാരണം നമ്മളെ ഇവരെന്നെ ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. നമ്മൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടനും കൂടി വന്നിട്ട് മൊത്തത്തിലൊരു കളറായിട്ട് അങ്ങനെ അങ്ങ് പറയാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ വരണ്ടെങ്കിൽ ഒരു 2 മാസം കൂടി കഴിയും. അപ്പോൾ അതിലും നല്ലത് അപ്പോൾ ഇപ്പം പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കാണുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലായി എന്നുള്ള കമന്റ് മനസ്സിലായിരുന്നല്ല. എനിക്ക് ഞാൻ കുറച്ച് വെയിറ്റ് എല്ലാം കുറച്ച് കൂടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് വയറാ ചാടാൻ തുടങ്ങിയ. എനിക്ക് ചെറുതായി വയറ് ചാടുമ്പോൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ വയറ് തോന്നിക്കും. അപ്പോൾ 10 മാസം മുന്നേ ചില ആൾ കമന്റ് എടുത്തിട്ടുണ്ട് ചേച്ചി പ്രഗ്നന്റ് ആണോന്ന്. ശരിക്കും അപ്പം സംഗീതത്തിന് ഇടക്കിടക്ക് വിളിച്ച് കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ശരിക്കും പ്രഗ്നന്റ് ആയത് കേട്ടോ. ഇപ്പം 2 മാസം കംപ്ലീറ്റ് ആയത് ഇപ്പാണ്. മുന്നേ പ്രഗ്നന്റ് അല്ലേ ഉള്ളൂ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 2 months. നമ്മളിപ്പോൾ പോകുന്നത് എന്തിനാന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളൊന്ന് സ്കാനിങ് അങ്ങനെ ചെക്കപ്പ് എല്ലാം നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ മൊത്തം എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ അമ്മേനൊന്ന് കാണിക്കണം. അമ്മക്കും തീരെ വയ്യാന്നാ പറയുന്നത്. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് ഒരുങ്ങാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാനും ഇവളും ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഇവൾ കമൻറ്റ് ആദ്യം എടുത്ത് നോക്കും. ഇവളെ പറ്റിയിട്ട് എന്തെല്ലാം കമൻറ്റ് ഉള്ളത്, എന്തൊക്കെ രേഷു ചേച്ചി അടിപൊളിയാണ്, രേഷു ചേച്ചി സൂപ്പറാണ്, രേഷു ചേച്ചി ക്യൂട്ടാണ് എന്നുള്ള കമൻറ്റ് കാണാൻ വേണ്ടി തന്നെ ഇവൾ കമൻറ്റ് എടുത്ത് നോക്കുമ്പോൾ രേഷ്മ ചേച്ചി പ്രഗ്നൻ്റ് ആണോ, രേഷ്മ ചേച്ചി പ്രഗ്നൻ്റ് ആണോ ഇങ്ങനെയാണ് ചോദ്യം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇവൾ ചേച്ചി എൻ്റെ കമൻറ്റ് ആരും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം അത് ഇന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കമൻറ്റ് ഫുള്ള് ഭരിക്കുന്നത് ഇപ്പോൾ ഈ രേഷ്മയാണ്. ഏട്ടന് പിന്നെ നേരിട്ട് പറയാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഓനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഓനോട് പറഞ്ഞിട്ടില്ല. ഓനെ ഇതൊന്ന് എല്ലാവരും അറിയിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പം വീഡിയോ എടുക്കുന്ന ഓനോട് പറഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എടുക്കോ ഇല്ലയോ എന്ന് നോക്കാം. ഒന്നുമില്ല, ആശുപത്രി പോയിട്ട് ഇപ്പം പറഞ്ഞാൽ നമ്മളിപ്പോൾ വ്ളോഗ് എടുത്തോണ്ട് നിൽക്കലാന്ന് പറയാം. അതെ, എനിക്കെന്നെ നേരിട്ടിട്ടൊന്ന് അല്ല അത് നമ്മളോട് ഏകദേശം ഒരു സൂചന കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊരു പരമ്പരയാക്കി മാറ്റണ്ട കേട്ടാ. ഇല്ല ശരി, നടക്കട്ടെ. ഓക്കെ. അറിയിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരോടും കൂടി ഒന്ന് പറയാം. അങ്ങനെ പറഞ്ഞു. പിന്നെ പുതിയൊരാൾ കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് വരും. അന്മീനെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി ഒരാൾ കൂടി വന്നിട്ടാകുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ. ഇതൊരു മെഗാ പരമ്പരയായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാം. ഷോർട്ട് വീഡിയോസ് എന്താ കൊണ്ടോണ്ട് ഏതാ കോമഡി ആക്കിയിട്ട് അത് പറ. അമ്മമ്മ വീണ്ടും ഒരു അമ്മമ്മയാകാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത് അല്ലേ? ഓ ആ ചിരി കണ്ടാൽ മതി. രണ്ടാമത് ഞാനൊരു ആപ്പനാകുന്നു. ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോകുന്നു കേട്ടോ അല്ലേ? അപ്പോൾ നമുക്കിനി ഏതായാലും വീഡിയോ അധികം ചളി പറഞ്ഞ് അധികം വെറുപ്പിക്കുന്നില്ല. ഇനി നമുക്ക് വേറൊരു ദിവസം വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.